ഡാറ്റ ചോർച്ചയിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. വ്യക്തിവിവരങ്ങൾ തെരഞ്ഞെടുപ്പിനായി ദുരുപയോഗം ചെയ്തു. ഡാറ്റ മോഷണം നടന്നു. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ സ്ത്രീകളുടെ വിവരങ്ങളും ചോർന്നു. മുഖ്യമന്ത്രിയുടെ OSD ഗുരുതര ഡാറ്റ പ്രൊട്ടക്ഷൻ ലംഘനം നടത്തിയെന്നതാണ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നത്. ഡാറ്റ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി. മുഖ്യമന്ത്രി ചെയ്തത് ഗുരുതര ക്രിമിനൽ കുറ്റമാണ്. സൈബർ തട്ടിപ്പുകാരുടെ കയ്യിൽ വിവരങ്ങൾ കിട്ടുന്നത് ഗുരുതരമാണ് എന്നും ചെന്നിത്തല പറയുന്നു. സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്യാനുള്ള ഉത്തരവിന്റെ പകർപ്പും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി പ്രവർത്തിക്കുന്ന ശ്രീറാം സാംബശിവ റാവു അതിഗുരുതരമായ ഡാറ്റ പ്രൊട്ടക്ഷൻ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുത്ത് അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന അതിവിചിത്രമായ സാഹചര്യമാണ് കേരളത്തിൽ ഇന്ന് കാണാൻ കഴിയുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പേര് ചേർത്തിട്ടുള്ള മുഴുവൻ സ്ത്രീകളുടെയും വ്യക്തിഗത വിവരങ്ങൾ സർക്കാർ ചോർത്തിയെടുക്കുകയാണ്. യാതൊരു മുൻകരുതലുകളുമില്ലാതെ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന നഗ്നമായ ഡാറ്റ ലംഘനം, ഡാറ്റ മോഷണം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കേരള സ്റ്റോറി 2 റിലീസ് വിലക്കിയതിനെതിരെ നിർമ്മാതാക്കൾ സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ എത്തും. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെയാണ് നിർമ്മാതാക്കൾ സമീപിച്ചിരിക്കുന്നത്. രാത്രി വൈകിയും കോടതിയിൽ വാദം തുടർന്നിരുന്നു. സെൻസർ ബോർഡിനെ ചോദ്യം ചെയ്യാൻ സിംഗിൾ ബെഞ്ചിന് അധികാരമില്ല എന്നാണ് നിർമ്മാതാക്കളുടെ വാദം. സിനിമ ഇന്ന് തന്നെ റിലീസ് ചെയ്യാൻ അനുവദിക്കണമെന്നതാണ് ആവശ്യം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആജ്ഞ, ഇന്നലെ രാത്രിയാണ് കോടതി ഈ വാദങ്ങളൊക്കെ കേട്ടത്. അതിനുശേഷം ഇന്ന് അതിലൊരു തീർപ്പുണ്ടാകാൻ പോകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എപ്പോഴേക്ക് പരിഗണിക്കും? 1:45 വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉത്തരവിനായി മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവനുസരിച്ചിട്ടും സ്റ്റേ അനുസരിച്ചും സ്റ്റേ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം അടിയന്തരമായി ഇന്നലെ വൈകുന്നേരം കോടതി അടിയന്തരമായി പ്രത്യേക അസാധാരണമായ ഒരു കാര്യമായിരുന്നു. കോടതി പ്രത്യേക അടിയന്തര സിറ്റിംഗ് കൂടി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും 2.25 മണിക്കൂറോളം നീണ്ട വാദത്തിനൊടുവിലാണ് ഈ ഉത്തരവ് ഇന്നത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഉത്തരവ് പിന്നീടത്തേക്ക് വിധി പറയാൻ മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. എന്തായാലും ജസ്റ്റിസ് സുശ്രുത് എ ധർമാധികാരിയും ജസ്റ്റിസ് PV ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലായിരുന്നു ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട അപ്പീല് പരിഗണിച്ചത് ഈ 2 ജസ്റ്റിസുമാരായിരുന്നു. എന്തായാലും രാത്രി വൈകിയും വാദം കേട്ട ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത്. ഇതുവരെയും ഉത്തരവ് വന്നിട്ടില്ല. കേരള സ്റ്റോറിക്ക് റിലീസിന് സ്റ്റേ എന്നുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇപ്പോഴും തുടരുകയാണ്. അതേസമയം രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ സെൻസർ ബോർഡ് അനുവാദം നൽകിയിരിക്കുന്ന പ്രൊമോഷൻ നൽകിയിരിക്കുന്ന സിനിമകളിൽ ഇടപെടാൻ കോടതിക്ക് അവകാശമില്ല എന്നുള്ള വാദമാണ് നിർമ്മാതാക്കൾ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. സെൻസർ ബോർഡ് ഈ സിനിമ വീണ്ടും കാണണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്, സിംഗിൾ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ വിധിക്കെതിരെയാണ് ഇന്നലെ നിർമ്മാതാക്കൾ വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഉത്തരവിനായി മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിൽ മറ്റൊരു കോടതി അലക്ഷ്യ ഹർജി കൂടി ഈ കേരള സ്റ്റോറിയുടെ നിർമ്മാതാക്കൾക്കെതിരെയുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് റിലീസിന് സ്റ്റേ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഓൺലൈനായി ടിക്കറ്റുകൾ വിറ്റഴിച്ചു എന്നുള്ളതാണ്. ബംഗാളിലും മുംബൈയിലുമൊക്കെ ആയിട്ട് ടിക്കറ്റുകൾ വിറ്റഴിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അത്തരം കോടതി അലക്ഷ്യ ഹർജി കൂടി പരിഗണിക്കുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും നിർമ്മാതാക്കൾക്ക് ഈ പ്രധാനമായും സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിച്ച കാര്യമെന്ന് പറയുന്നത് കേരള സ്റ്റോറി എന്ന സിനിമ ഒരു യഥാർത്ഥ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചത് എന്ന് പറയുന്ന ടാഗ് ലൈനാണ് പ്രധാനമായും പ്രശ്നമാകുന്നത്. മറ്റു സിനിമകൾക്കില്ലാത്ത ഒരു പ്രത്യേകതയും കേരള സ്റ്റോറിക്കില്ല. നേരത്തെ ഹാൽ എന്ന് പറയുന്ന സിനിമയിൽ ഇത്തരത്തിൽ മതപരമായിട്ടുള്ള പരാമർശങ്ങൾ, രാഷ്ട്രീയപരമായുള്ള പരാമർശങ്ങൾ വന്നപ്പോൾ അത് കട്ട് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെ കേരള സ്റ്റോറിക്കും ബാധകമാണ്. കേരളത്തിന്റെ മതേതര ഹാർമണിയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും അനുവദനീയമല്ല. അതേസമയം സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, സംവിധായകന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ
നടപടിയിലേക്കല്ല കോടതി പോകുന്നത്. പക്ഷേ മതപരമായ കാര്യങ്ങളിൽ കോടതി ഇടപെടുക തന്നെ ചെയ്യും. അതിന് അത്രയധികം ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിക്കാനാകില്ല എന്നും കോടതി ജസ്റ്റിസ് കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കേരള സ്റ്റോറിക്ക് സ്റ്റേ നൽകുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട കാര്യം രേണുക, ഈ സിനിമ കാണാൻ കോടതി അനുവദിച്ചില്ല, അല്ലെങ്കിൽ കോടതി സിനിമ കാണാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒഴികഴിവ് പറഞ്ഞ് നിർമ്മാതാക്കൾ മാറുന്ന ഒരു സാഹചര്യം കൂടി കോടതി ഈ സിനിമയ്ക്ക് സ്റ്റേലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേരള സ്റ്റോറി 2വിന്റെ ഭാവി എന്ത് എന്നത് 1:45 അറിയാം എന്നാണ് ആജ്ഞ രവീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ മതനിരപേക്ഷതയ്ക്ക് ഭീഷണി എന്നത് കാട്ടിയാണ് സിംഗിൾ ബെഞ്ച് ഈ റിലീസ് താൽക്കാലികമായി തടഞ്ഞിരുന്നത്. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലാണ് ഈ ഹർജി എത്തി നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.